പറയണേനാണ് പറയണത്. ഞാൻ അല്ലാതെ അങ്ങോട്ട് കയറി ഞാൻ ഒന്നും പറയുന്നില്ല. ഇങ്ങോട്ട് കയറി എന്നെ പറയാൻ വേണ്ടി ഒരു കാര്യമില്ല. അവളെയൊക്കെ ചെലവില്ല, നിന്റെയൊക്കെ ചെലവില്ല ഞാൻ എൻ്റെ ചാനൽ നിർത്താൻ പറയണം. നിന്റെ ചെലവിലാടി ഞാൻ കഴിയുന്നത്. എടി എൻ്റെ ചാനൽ ഞാൻ കൊണ്ടോണ്ട് ഞാൻ പൈസ അടച്ചെടുക്കുന്നത്. ഞാൻ ആരെ പണം കൊണ്ടല്ലടി ഞാൻ കഷ്ടപ്പെട്ടാണ്ട് ഞാൻ ജീവിക്കുന്നത്. നേരാമണ്ണം വീഡിയോ എടുക്കാൻ അറിയില്ലാതെ വരെ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. പിന്നെ മുഖം കാണിക്കാതെയാണ് ഇവർ വീഡിയോ എടുക്കുന്നത്. അതിനാണ് നെജില പറഞ്ഞത് മുഖം കാണിക്കാണ്ട് പറയുന്ന എല്ലാ വീഡിയോയും യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇതാരാന്ന് അറിയണ്ട നിങ്ങൾക്ക്? നമ്മളെ നെജില ഷാൻ, അതാണ് നെജില നാജി എന്ന് പറയുന്ന അവളുടെ ഉമ്മയത്. അപ്പോൾ ഇവളെ ഉമ്മ പറയുന്നത് അവൾ ഇതേപോലെ ഈ ഉമ്മാക്ക് സകലതും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യും, ഉമ്മ മോളെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യും. ഇതാ ഇപ്പോഴത്തെ പരിപാടി. നീ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട. എവിടെയെങ്കിലും കിടക്കണമെന്ന് അവള് എന്നെ പറഞ്ഞാൽ തിരിച്ചു പറയും. അത് അവളായാലും ശരി തന്നെ. അതന്നെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മോള് നിങ്ങളെ പറയും, നിങ്ങളെ മോളെ പറയും. അതന്നെയാണ് ഇപ്പം യൂട്യൂബിൽ പരസ്പരം അടിയാണ്. ഇപ്പം എന്താ പറയുക, എങ്ങനെ യൂട്യൂബ് തുറന്നാലും നിങ്ങളെ രണ്ടാളെ അടി തന്നെ. ഒരുവിധം മക്കളങ്ങനെ കളിക്കുമ്പോൾ ഉമ്മമാരാ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഉമ്മ തന്നെ ഇങ്ങനെ പകരത്തിന് പകരം ചെയ്യാൻ നിന്നാൽ എന്താവും രണ്ടാളും കൂടി? നിനക്ക് ഇത്ര പൊള്ളണാന്തിനെ? നിനക്ക് നീ പൊള്ളണ്ടി ഒരു കാര്യവും ഇല്ല. എൻ്റെ ചാനൽ പൂട്ടിക്കാൻ, ചാനലിൽ നീ ഇടല്ലെന്ന് പറയാ നിന്റെ ചെലവിൽ ഞാൻ കഴിയണാടി. നിനക്ക് ഞാൻ തീറ്റിപ്പോറ്റി ഇത്രയാക്കി നിനക്ക് വീടും പറ്റിയാന്ന് നിനക്ക് എൻ്റെ വസ്തുവിൽ കയറി കിടന്നോണ്ട്. ഇവള് ഉമ്മ പറയുന്ന വർത്തമാനങ്ങൾ കേട്ടോ. പിന്നെ എനിക്ക് ഞാൻ വീടും വെച്ചെന്ന് എന്നിട്ട് എൻ്റെ വസ്തു കയറി കിടന്നിട്ടാന്ന് നീ എന്നെ കുറ്റം പറയുന്നു. ഇതിലേതാ വിശ്വസിക്കുന്നുണ്ട്? നെജില പറയുന്നു ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എൻ്റെ വീട്. ഇപ്പം അവളെ ഉമ്മ പറയുന്നു അവളെ ഉമ്മയാണ് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി കൊടുത്തതിന്. ഇത് രണ്ടും കണക്കന്നെ. ഉമ്മ പറയുന്നതും എടുക്കാൻ കഴിയില്ല, മോള് പറയുന്നതും എടുക്കാൻ കഴിയില്ല. മോള് പിന്നെ ഒരിക്കൽ ഒന്ന് പറയും, പിന്നെ മറ്റൊന്ന് പറയും. ഇനി ഉമ്മ എങ്ങനെയാന്ന് പറയാൻ കഴിയില്ല. ഈ വീഡിയോയിൽ ഇങ്ങനെ അടുത്ത വീഡിയോയിൽ ഇനി ഉമ്മയും മാറ്റി പറയുമെന്ന് അറിയില്ല. കൊച്ചിനെ ഇഷ്ടത്തിനാണോ ഇറങ്ങി വന്നത്? ഞാൻ കൊച്ചിനെ പിടിച്ചു വെച്ചിട്ടില്ല. കൊച്ചിനെ റഹീം തന്നെയാണ് അവളെ വാപ്പ. നീ ഏത് വന്നാലേ നീ റഹീമിൽ നിന്ന് 2 മക്കളെ പറ്റില്ലേടി? നീ അല്ലപ്പാ, മോളോ വിവരമില്ലാണ്ട് പലതും യൂട്യൂബിൽ വിളിച്ചു വരും. എന്നാൽ മോളാങ്കാട്ടൊരു 2 അധികം ഉണ്ടതായിരിക്കും ഉമ്മ. ആ ഉമ്മയായ നിങ്ങളും ഈ യൂട്യൂബിൽ തന്നെ മറുപടി പറയണം. നിങ്ങൾ ഈ പരസ്പരം യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക കുറ്റങ്ങൾ പറഞ്ഞിട്ട് നാട്ടുകാരെ കേൾപ്പിക്കാണ്ട് നിങ്ങൾ അവളെ വീട്ടിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ട് ഇത് രണ്ടിലും ഒരു തീരുമാനം എടുക്കുക. അല്ല നിങ്ങളിത് വിറ്റിട്ട് ക്യാഷാ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്തിനാണ് ഇങ്ങനെ ആക്കുന്നത്? റഹീമിനാണ് എന്നെ വിളിക്കണമെന്നാ? എൻ്റെ കയ്യിൽ മൊബൈൽ പോലും ഇല്ലായിരുന്നു അന്നൊന്നും. നിന്റെ കയ്യിലാണ് മൊബൈലും അവനെല്ലാം കൂടെ കൊടുത്തേച്ചത്. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ പോലും എൻ്റെ കയ്യിലില്ല. വാപ്പായാണ് ആശുപത്രി കിടമ്പോൾ വാപ്പായാണ് റഹീം വിളിക്കുന്നത്. നീ എന്നെ വിളിക്കണമെന്നാ? നിനക്ക് നാണമില്ലല്ല പറയാനായിട്ട്. പറഞ്ഞ് നീ അങ്ങേ അറ്റം കയറി പറയാണ്. നിനക്ക് ഇത്തിരി ഒരു ഇതുണ്ട് നിനക്ക്. എടി നീ മറന്നുപോവല്ലേ? മോള് പറയുന്നു ഓൾ ആദ്യം കെട്ടിയ മാപ്പിള ഉമ്മാനെയാണ് വിളിക്കൽ. എന്നോട് പറഞ്ഞതിന് നിന്നേക്കാൾ ഇഷ്ടം എനിക്ക് നിൻ്റെ ഉമ്മാനെയാണ്. അത് എന്താ പറയുക, ചിലപ്പോൾ ഒരു തമാശ കൊണ്ട് ഏതൊരു കെട്ടിയന്മാരും പറയും. ഓരോ ഭർത്താക്കന്മാരെല്ലാം അങ്ങനെ തന്നെ പറയില്ല, എന്നേക്കാൾ ഇഷ്ടം നിൻ്റെ ഉമ്മാനെയാണ്. അതെന്തുകൊണ്ടാണ്? അത് നീ മോശമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്, അത് അങ്ങനത്തെ ലെവലിൽ കാണുന്നത് കൊണ്ടാണ് നിനക്ക് അയാൾ അങ്ങനെയാണെന്ന് തോന്നുന്നത്. പക്ഷേങ്കിൽ അവർ പറയുന്നത് വെച്ചാൽ ആദ്യത്തെ എന്താ പറയുക മോളെ ഭർത്താവ് അതൊരു സ്വന്തം മോനായിട്ട് തന്നെയാണ് ഉണ്ടാവില്ല. ആ ഒരു ലെവലിലായിരിക്കും അയാൾ കാണുന്നുണ്ടാവുക ഉമ്മാനെ. എനിക്ക് നിന്നേക്കാൾ ഇഷ്ടം എനിക്ക് നിൻ്റെ ഉമ്മാനെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഇവർ പറയുന്നത് എന്നെ വിളിക്കലില്ല, ഉപ്പാര മൊബൈലിലാണ് വിളിക്കൽ. കാരണം അതിനും അവൾ പറഞ്ഞിട്ടുണ്ടാവും. കാരണം നിങ്ങളെ ഇപ്പോൾ റഹീമ വിളിക്കുന്നില്ലേന്ന് ഇവൾ പറഞ്ഞത് കൊണ്ടായിരിക്കണം അതിനുള്ള മറുപടി അവൾ ഉമ്മച്ചി ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. എന്നെ വിളിക്കലില്ല, നിൻ്റെ ഉപ്പാനെയാണ് വിളിക്കൽ. ചില ഫാമിലിയുടെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ് ഇപ്പോൾ യൂട്യൂബ്. അത് കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ അവർക്ക് പൈസ കൂട്ടി കൊടുക്കാനും ഉണ്ട്. അപ്പം ഇതൊന്നും ഈ യൂട്യൂബിൽ വന്ന് ചർച്ച ചെയ്യാണ്ട് നേരിട്ട് പോയിട്ട് ചർച്ച ചെയ്ത് സമാധാനം വരാം.